കോടതി വരെ കേസ് നടത്താൻ ട്രേഡ് യൂണിയന്റെ സെക്രട്ടറിക്ക് അധികാരം. എത്ര വലിയ കുലകൊമ്പനായ തൊഴിലുടമക്കും ഒരു നോട്ടീസ് ലീഗലായിട്ട് നിയമപ്രകാരമുള്ള നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ തൊഴിലുടമം മറുപടി തന്നേ തീരൂ. അത് അംബാനിയാണെങ്കിലും ടാറ്റയാണെങ്കിലും തന്നേ തീരൂ, അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടാണ്. അതാണ് ട്രേഡ് യൂണിയന്റെ അധികാരങ്ങൾ. അപ്പൊ അതിൻ്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മൾ ട്രേഡ് യൂണിയനാണ് അതിന്റെ വിലയെ ചുറ്റുവട്ടത്തോളം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പാർട്ടി തന്നെ എന്തിനായി 4-5 കൊല്ലം കൂടുമ്പോൾ മെമ്പർഷിപ്പ് കൊടുത്ത് ഭാരവാഹികൾ പുതുതായിട്ട് അറിയിക്കുന്നു? മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നോമിനേഷൻ തരും. കോൺഗ്രസ് കിഴക്കിടത്തുകൊണ്ട് പ്രസംഗം നടത്തുന്നുണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടികളൊക്കെ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ചില നിയന്ത്രണങ്ങളുണ്ട്. നിങ്ങൾ ഇത്ര കൊല്ലം മുമ്പ് ഭാരവാഹികൾ തെരഞ്ഞെടുപ്പില്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ക്യാൻസലാക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ തട്ടിക്കൂട്ടിന്റെ കമ്മിറ്റിയുടെ പ്രത്യാശത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും 4-5 കൊല്ലം കൂടുമ്പോൾ വേഗം കമ്മിറ്റി തീരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിഹ്നം കിട്ടൂല. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്ക് കൊടുക്കണം. ജനപ്രതിനിധികളായിരുന്ന ആളുകളും ഉള്ള ആളുകളുണ്ടല്ലോ. നിങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര മാസത്തിനുള്ളിൽ നിന്ന് കണക്ക് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അല്ലേ? കണക്ക് കൊടുക്കണം. കണക്ക് കൊടുത്തില്ലെങ്കിൽ എന്താവും? അപ്പൊ അങ്ങനെ ഒരുപാട് നിയമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്, സ്ഥാനാർത്ഥികൾക്കുണ്ട്, അതേപോലെ ട്രേഡ് യൂണിയനുകൾക്കുണ്ട്. ആ നിയമങ്ങളൊക്കെ പരിപാലിച്ച് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഒരാൾക്കൂട്ടായിട്ട് ഞങ്ങളൊരു യൂണിയനാണ്, ഞങ്ങളൊരു സംഘടനയാണ് എന്ന് പറഞ്ഞ കുറേ പോയതുകൊണ്ട് കാര്യമില്ല. അതിനൊരു വ്യവസ്ഥ വെള്ളിയാഴ്ച. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അതൊക്കെ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ ജില്ലകളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, നമ്മൾ അതൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകണം. കർഷക തൊഴിലാളി ഫെഡറേഷൻ എന്തുകൊണ്ടും കേരളത്തിൽ ഇതൊക്കെ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്ന മുന്നിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയനായ കർഷക തൊഴിലാളി യൂണിയനുണ്ട്. അത് സംശയം. അതിന്റെ സംസ്ഥാന കമ്മിറ്റി എപ്പോഴും അതിന്റെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യവസ്ഥാപിതമായി ചെയ്തു. പക്ഷേ നമ്മളതൊന്ന് ജില്ലയിലേക്കും യൂണിറ്റിലേക്കും മെമ്പർഷിപ്പ് നമുക്കൊന്ന് കൃത്യമായി കുറച്ചുകൂടി പറഞ്ഞാൽ കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയനുകൾ, കർഷക തൊഴിലാളികളുടെ ഇടയിൽ നമ്മുടെ സ്വാധീനം ഇതല്ല. ഉറപ്പാണ്. നമ്മൾ ഒരുപാട് ജില്ലകളിൽ ഇനിയും പോയിട്ടില്ല. പോയ ജില്ലകളിൽ തന്നെ മലപ്പുറം, വയനാട് ഒഴികെ മറ്റ് ജില്ലകളിൽ ഇത് പോരാ. മലപ്പുറത്ത് തന്നെ ഇത് പോരാന്നാണ് എന്റെ പേഴ്സണൽ താല്പര്യം. വയനാട് 3 നിയോജകമണ്ഡലങ്ങളിലുള്ളൂ. 6000-ഓളം മെമ്പർഷിപ്പ് ഉണ്ട്. ഏതാണ്ട് ഒരു 80% ആയിരുന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറം ജില്ലയിൽ ഇനിയും വരാണ്. പല നിയോജകമണ്ഡലങ്ങളിലും പല പഞ്ചായത്തുകളിലും കർഷക തൊഴിലാളിയുടെ സമയം എത്താനുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കുറെ ഇനിയുണ്ട്. പാലക്കാട് ജില്ല നല്ലോണം. കാസർഗോഡ് ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളാണ്. ചിലപ്പോൾ 2000 മെമ്പർഷിപ്പ് ഉണ്ടാവും, ചിലപ്പോൾ 1000 അങ്ങനെ ഒരു വേരിയേഷൻ. മെമ്പർഷിപ്പിൽ ചെറിയ വേരിയേഷൻ സ്വാഭാവികം. കാരണം ചിലപ്പോൾ കുറച്ച് കൂടുതൽ പല കാരണങ്ങൾ കൊണ്ടുള്ളൂ. 1000 മെമ്പർഷിപ്പ് വരെയൊക്കെ വ്യത്യാസങ്ങൾക്ക് എല്ലാ കൊല്ലങ്ങളും അവിടെ ഇവിടെയും വരാം. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള സാധ്യത ഇതല്ല എന്നുള്ളത്. അപ്പോ 4ാമത്തെ പോയിന്റ് എന്ന് അടുത്ത മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ഏരിയകളിലേക്ക് വ്യാപിപ്പിക്കും, കുറച്ചുകൂടി ജില്ലകൾ, അല്ലെങ്കിൽ ഉള്ള ജില്ലകളിൽ ഒന്നുകൂടി എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വില്ലേജുകളിലും, ജില്ലയുടെ അടിസ്ഥാനത്തിലാണല്ലോ ജില്ലയുടെ അടിസ്ഥാനം കുറെ വില്ലേജുകളിൽ നമുക്ക് എങ്ങനെ കടന്നില്ല. ഇനി എവിടെയെങ്കിലും ക്ഷേമനിധിയിൽ ചേരാത്ത ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ക്ഷേമനിധിയിൽ ചേർക്കാൻ കുറച്ച് സാധ്യത നമുക്ക് ഭരണകൂടത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ അസംഘടിത തൊഴിലാളി ക്ഷേമ പദ്ധതി വന്നതുകൊണ്ട് കർഷക തൊഴിലാളികളുടെ ആളുകൾ പ്രയാസം പല ഭാഗത്തുണ്ട്. അപ്പൊ അതൊക്കെ പരിമിതികളാണ്. ആ പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന നമ്മളാണ്. 4ാമത്തെ പോയിന്റ്. അതിൻ്റെ ഒപ്പം ഇനി 5ാമതായി എനിക്കൊക്കെ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ ഉള്ള സംഘടനാ സംവിധാനം നിലവിൽ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പഞ്ചായത്ത് യൂണിറ്റ് കമ്മിറ്റികൾ ഉള്ളതിനെ നമുക്കൊന്ന് മെച്ചപ്പെടുത്താനാണ്. ഉള്ളതിന് ഉള്ള കമ്മിറ്റികൾ പുതുതായിട്ടല്ല, ഉള്ളത് അതുകൊണ്ട് നമ്മളൊരു പോയിന്റായിരുന്നു. നിലവിൽ സംസ്ഥാന കമ്മിറ്റികൾ എത്ര വർഷങ്ങൾക്ക് മെമ്പർമാരാണ്? 46 വർഷം കമ്മിറ്റി മെമ്പർമാരാണ്. എത്ര ആൾക്കാരാണ്?
27. 46 27 ആളുകൾ കണക്കാണ്. 47 26 പേരാണ്. അതായത് 60% ആയിട്ട് 60% അടുത്തായിട്ടാണ് നമ്മുടെ 40% ആളുകൾ യോഗത്തിൽ